ഹലോ ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ തലേ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കാലത്ത് നേരത്തെ തന്നെ ഗണപതി ഹോമൊക്കെ തുടങ്ങി. എല്ലാവരും ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഗണപതി ഹോമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹം സഫലമാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ ഒരു ആഘോഷമാണ് അല്ലേ. അങ്ങനെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞു. ഇനി അകത്തേക്ക് നമ്മൾ കയറുന്ന ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഇതാ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എവിടെയാണോ പൂജാ റൂം വരുന്നത് അവിടെ നമ്മൾ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം എന്താ പാല് കാച്ചൽ ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പൊക്കെ പുതിയ അടുപ്പ് നമ്മൾ കത്തിച്ച് പാല് കാച്ചാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും കൂടിയാണ് കേട്ടോ പാല് കാച്ചുന്നത്. അപ്പോൾ എല്ലാവരും പാല് കാച്ചുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി പാല് തിളയ്ക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പാല് കാച്ചാൻ വേണ്ടിയിട്ടുള്ള പാത്രം ജസ്റ്റ് പൂക്കളൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ചിട്ട് പാലൊഴിച്ചിട്ട് അടുപ്പത്ത് വെക്കും.
അങ്ങനെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. അതിനിടയ്ക്ക് അനിയത്തി മക്കളൊക്കെ വന്നു. പിന്നെ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഓരോ തിരക്കുകളിലൊക്കെ ആയിരുന്നു. സത്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് അല്ലേ നമ്മൾ റിലേറ്റീവ്സിനെയും നമ്മളുടെ തറവാട്ടിൽ പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ കാണുന്നത്. ലച്ചുവിന് ഇതാ കളിക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഭംഗിയായിട്ട് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.